എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ പോളിടെക്നിക് ഡിപ്ലോമ കോഴ്സുകളിൽ ഒഴിവുള്ള സീറ്റുകളിലേക്ക് നടക്കുന്ന സ്പോട്ട് അഡ്മിഷൻ ഓഗസ്റ്റ് 13 വരെയാണ്. ഇതുവരെ വിദ്യാർത്ഥികൾ ഈ ഒരു വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്യുകയും അതിനുശേഷം രജിസ്ട്രേഷൻ ചെയ്ത ശേഷം വിദ്യാർത്ഥികൾ നിങ്ങളുടെ റാങ്ക് ഡീറ്റെയിൽസ് പരിശോധിക്കുകയും ചെയ്യുക. അതുപോലെ തന്നെ രജിസ്ട്രേഷൻ ചെയ്ത ശേഷം രജിസ്ട്രേഷൻ ചെയ്ത വിദ്യാർത്ഥികൾക്ക് ഈ ഒരു പോളിടെക്നിക് കോളേജിലേക്ക് നിങ്ങൾക്ക് നേരിട്ട് പോയിട്ട് തന്നെ ഈ ഒരു അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാവുന്നതാണ്. അപ്പോൾ ഓരോ പോളിടെക്നിക് കോളേജിൻ്റെയും ഷെഡ്യൂൾ നിലവിൽ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അപ്പോൾ polyadmission.org എന്നുള്ള വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത് റെഗുലർ അഡ്മിഷൻ 2024 to 25 എന്നുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു പേജിലേക്ക് പ്രവേശിക്കുന്നതാണ്. ഇവിടെ സ്പോട്ട് അഡ്മിഷൻ്റെ ഇവിടെ വേക്കൻസി പൊസിഷൻ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഓരോ കോളേജിലെയും വേക്കൻസി കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. നിങ്ങളുടെ ജില്ല സെലക്ട് ചെയ്ത് കൊടുത്ത ശേഷം ആ ഒരു ജില്ലയിലെ ഏത് പോളിടെക്നിക് കോളേജിലാണ് നിങ്ങൾ അഡ്മിഷൻ നേടാൻ ഉദ്ദേശിക്കുന്നത് ആ ഒരു പോളിടെക്നിക് കോളേജ് സെലക്ട് ചെയ്ത് ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓരോ ട്രേഡിലും അതായത് ഓരോ ബ്രാഞ്ചിലും എത്ര വീതം സീറ്റുകളാണ് ഉള്ളത് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഇവിടെ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് പല വിഭാഗങ്ങളിലായിട്ട് വേക്കൻസീസ് ഈ ഒരു കോളേജിൽ കാണാം. അപ്പോൾ ഇവിടെ വിവിധ കോഴ്സുകൾക്ക് നിരവധി വേക്കൻസീസാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് അടുത്തൊരു കോളേജ് നോക്കാം. അപ്പോൾ അടുത്ത കോളേജ് നോക്കുന്ന സമയത്തും ഇതേ രീതിയിൽ തന്നെ നിങ്ങൾക്ക് നിരവധി വേക്കൻസീസ് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ജസ്റ്റ് നമുക്കിപ്പോൾ മറ്റൊരു കോളേജ് സെലക്ട് ചെയ്യാം. അപ്പോൾ മറ്റൊരു കോളേജ് സെലക്ട് ചെയ്ത സമയത്ത് ഇവിടെയും ഇതേ രീതിയിൽ തന്നെ വേക്കൻസി കാണാൻ സാധിക്കുന്നതാണ്. അത് ജനറൽ കോട്ടയിൽ തന്നെ ജനറൽ കാറ്റഗറിയിൽ തന്നെ നിരവധി സീറ്റുകളാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ള കോഴ്സാണ് എന്നുള്ളത് കൂടി കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്ക് ഈ ഒരു അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഓരോ പോളിടെക്നിക് കോളേജിൻ്റെയും ഷെഡ്യൂൾസ് ഇവിടെ വന്നത് കാണാം. ജസ്റ്റ് ഇവിടെ നിങ്ങൾക്ക് ഈ ഒരു സ്പോട്ട് അഡ്മിഷൻ ഷെഡ്യൂൾ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങൾക്കിവിടെ ഓരോ പോളിടെക്നിക് കോളേജിൻ്റെയും നേരെ വേക്കൻസീസ് അല്ല അവരുടെ ഷെഡ്യൂൾ കാണാൻ സാധിക്കും. അപ്പോൾ ചിലത് നിങ്ങൾക്ക് ഷെഡ്യൂൾ കാണാൻ പറ്റില്ല. അത് ഷെഡ്യൂൾ ഉടൻ തന്നെ വരുന്നതാണ്. കാരണം അവരുടെ ചിലപ്പോൾ ഏകദേശം തൊട്ടടുത്തുള്ള ദിവസങ്ങളിലായിരിക്കും അതിൻ്റെ ഷെഡ്യൂൾ ഉണ്ടായിരിക്കുക. അതുകൊണ്ടാണ് ആ ഒരു രീതിയിൽ ഷെഡ്യൂൾ ഇപ്പോൾ നിലവിൽ വെബ്സൈറ്റിൽ കാണിക്കാത്തത്. അപ്പോൾ ജസ്റ്റ് നമുക്കിപ്പോൾ ഒരു കോളേജിൻ്റെ സെലക്ട് ചെയ്യുന്ന സമയത്ത് ഇതേ രീതിയിൽ അതായത് ഡൗൺലോഡ് ചെയ്യുക ഷെഡ്യൂൾ. അപ്പോൾ ഷെഡ്യൂൾ ഡൗൺലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും. അതായത് ഒരു PDF നിങ്ങളുടെ ഫോണിലേക്ക് നിങ്ങൾക്ക് ഡൗൺലോഡായിട്ട് കിട്ടുന്നതാണ്. അപ്പോൾ ജസ്റ്റ് ഇതേപോലെ നിങ്ങൾ അത് ഡൗൺലോഡ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഇവിടെ ആ ഒരു പോളിടെക്നിക് കോളേജിൻ്റെ ഷെഡ്യൂൾ കൃത്യമായിട്ട് മനസ്സിലാക്കാം. ഇപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു പോളിടെക്നിക് കോളേജിൻ്റേത് അതായത് പന്തളം NSS പോളിടെക്നിക് കോളേജിലെ ത്രിവത്സര ഡിപ്ലോമ കോഴ്സുകളിൽ 1ാം വർഷ പ്രവേശനത്തിന് നിലവിൽ ഒഴിവുള്ള സീറ്റുകളിലേക്ക് ഓഗസ്റ്റ് 7 ബുധനാഴ്ച രാവിലെ 9:30 സ്പോട്ട് അഡ്മിഷൻ നടത്തുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ രീതിയിൽ ഓരോ പോളിടെക്നിക് കോളേജിൻ്റെയും ഷെഡ്യൂളിൻ്റെ ഡേറ്റ് മാറ്റമായിരിക്കും. ഇതിൻ്റെ ഷെഡ്യൂൾ പ്രകാരം ആ ഒരു അലോട്ട്മെൻറ്റ് ഡേറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ഇനി മറ്റൊരു കോളേജ് നോക്കാം. അപ്പോൾ മറ്റൊരു പോളിടെക്നിക് കോളേജ് നോക്കുന്ന സമയത്ത് ഇതിൻ്റെ ഷെഡ്യൂൾ എപ്പോഴാണ് വരുന്നത് എന്ന് ചോദിച്ചാൽ ജസ്റ്റ് 7-ാം തീയതി മുതൽ 13-ാം തീയതി വരെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ദിവസത്തിനുള്ളിൽ ഏതൊരു ദിവസം വേണമെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു പോളിടെക്നിക് കോളേജിൽ പോകാൻ സാധിക്കുന്നതാണ്. അതായത് കേരള ഗവൺമെൻറ്റിൻ്റെ സഹകരണ വകുപ്പിന് കീഴിലുള്ള ആറന്മുള എഞ്ചിനീയറിംഗ് കോളേജിൽ താഴെ പറയുന്ന ഡിപ്ലോമ കോഴ്സുകളിൽ 1ാം വർഷം ഒഴിവുള്ള സീറ്റിലേക്ക് സ്പോട്ട് അഡ്മിഷൻ നടത്തുന്നു. അതായത് ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് ആൻഡ് ബിഗ് ഡാറ്റ, സൈബർ ഫോറൻസിക് ആൻഡ് ഇൻഫർമേഷൻ സെക്യൂരിറ്റി, ഇലക്ട്രോണിക് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ്, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്, 10ാം ക്ലാസ്, SSLC, THSLC ഇവയിൽ ഏതെങ്കിലും പാസ്സായവർക്ക് 7-ാം തീയതി മുതൽ 13-ാം തീയതി വരെ ഒറിജിനൽ സർട്ടിഫിക്കറ്റുകളുമായിട്ട് നേരിട്ട് കോളേജിലെത്തി മേൽപ്പറഞ്ഞ കോഴ്സുകളിൽ പ്രവേശനം നേടാവുന്നതാണ് എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ സ്പോട്ട് അഡ്മിഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് പ്രത്യേകിച്ച് രജിസ്ട്രേഷൻ്റെ ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് നിങ്ങൾക്ക് ആ ഒരു പോളിടെക്നിക് കോളേജിൽ പോവുക. അതിനുശേഷം നിങ്ങൾക്ക് അവിടെ നിങ്ങളുടെ എല്ലാവിധ ഡോക്യുമെൻറ്റ്സും എടുത്ത് പോയിട്ട് നിങ്ങൾക്ക് നേരിട്ട് ഒഴിവുള്ള സീറ്റിൽ അഡ്മിഷൻ നേടാനുള്ള ഒരു അവസരമാണ്. അപ്പോൾ ഈ ഒരു അവസരം വിദ്യാർത്ഥികൾ പരമാവധി ഉപയോഗപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരു പോളിടെക്നിക് കോളേജിൻ്റേത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നോക്കുന്ന സമയത്ത് ഈ ഒരു അടൂർ SNIT പോളിടെക്നിക് കോളേജിലേക്ക് ഒഴിവുള്ള സീറ്റുകളിലേക്ക് ഓഗസ്റ്റ് 8, 9, 12, 13 തീയതികളിൽ നടത്തപ്പെടുന്നു. അതുപോലെ കോഴ്സ് കൊടുത്തിട്ടുണ്ട് ഓട്ടോമേഷൻ ആൻഡ് റോബോട്ടിക്സ്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആൻഡ് മെഷീൻ ലേണിംഗ്, അതുപോലെ തന്നെ
സൈബർ ഫോറൻസിക് ആൻഡ് ഇൻഫർമേഷൻ സെക്യൂരിറ്റി, അതുപോലെ തന്നെ സിവിൽ ആൻഡ് എൻവയോൺമെൻറ്റൽ എഞ്ചിനീയറിംഗ്, അതുപോലെ തന്നെ മെക്കട്രോണിക്സ്, അതുപോലെ തന്നെ ഡിപ്ലോമ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആഗ്രഹിക്കുന്ന 10ാം ക്ലാസ് പാസ്സായവർക്ക് യോഗ്യതാ സർട്ടിഫിക്കറ്റുമായിട്ട് എത്തേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ഈ ഒരു രജിസ്ട്രേഷൻ ചെയ്യുന്നവരും ഇതിൽ ബന്ധപ്പെടുക എന്ന് പറഞ്ഞുകൊണ്ട് നമ്പേഴ്സും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നേരിട്ട് പോളിടെക്നിക് കോളേജിൽ പോവുകയും പോയിട്ട് നിങ്ങൾക്ക് ചിലപ്പോൾ ചില പോളിടെക്നിക് കോളേജിൻ്റെ രാവിലെ 10:30 മുമ്പായിട്ട് പോയിട്ട് രജിസ്ട്രേഷൻ ചെയ്യണമെന്ന് പറയും, ചിലത് 11 മണിക്ക് മുമ്പായിട്ട് രജിസ്ട്രേഷൻ ചെയ്യാനായിട്ട് പറയും. അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് അതിൻ്റെ ആ ഒരു സമയക്രമം കൃത്യമായിട്ട് ചോദിച്ച് കോളേജിൽ ഇതിൻ്റെ ഷെഡ്യൂളിൽ കൃത്യമായിട്ട് നമ്പർ കൊടുത്തിട്ടുണ്ട്, അതിൽ വിളിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഷെഡ്യൂൾ ഡീറ്റെയിൽസ് പറഞ്ഞു തരും. അപ്പോൾ കൃത്യസമയത്തേക്ക് അതായത് കുറച്ച് നേരത്തെ പോയിട്ട് അഡ്മിഷൻ എടുക്കാവുന്നതാണ്. നിങ്ങൾ 10ാം ക്ലാസ് പാസ്സായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാവിധ ഡോക്യുമെൻറ്റ്സും എടുത്തുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു അഡ്മിഷനായിട്ട് കോളേജിൽ നേരിട്ട് പോകാവുന്നതാണ്. ഇതിനായിട്ട് സ്പെഷ്യലായിട്ട് രജിസ്ട്രേഷൻ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് നേരിട്ട് പോളിടെക്നിക് കോളേജിൽ പോയിക്കൊണ്ട് നിങ്ങൾക്ക് രജിസ്ട്രേഷൻ ചെയ്തുകൊണ്ട് അവിടെ പോയിട്ട് രജിസ്ട്രേഷൻ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.